തമിഴ് സിനിമാ ലോകത്ത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ചർച്ച ജനനായകനും പരാശക്തിയുമാണ്. അപ്പോൾ ഈ പൊങ്കലിനോടനുബന്ധിച്ചിട്ട് തിയേറ്ററിൽ എത്തുന്ന രണ്ട് പ്രധാന തമിഴ് സിനിമയാണ്. ഇതിൻ്റെ കൂടെ മറ്റൊരു സിനിമയും കൂടി, അതായത് ഏകദേശം ഈ രണ്ട് സിനിമകൾ ഇറങ്ങി ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒരു സിനിമയും കൂടി തിയേറ്ററിൽ എത്തുന്നുണ്ട്. ഒരു റിലീസാണ്. അത് നമ്മുടെ തല അജിത്തിൻ്റെ മങ്കാതയാണ്. അപ്പോൾ മങ്കാത എന്ന് പറയുമ്പോൾ അജിത്തിന് ഒരു വലിയൊരു എന്താ പറയുക, ഒരു വഴിത്തിരിവെന്ന് പറയാൻ പറ്റില്ലെങ്കിലും അജിത്തിൻ്റെ കുറച്ച് ഫ്ലോപ്പുകൾക്ക് ശേഷം ഒരു വലിയൊരു ഹിറ്റ് കൊടുത്ത സിനിമ. നമുക്ക് ഇന്നും എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു യൂത്ത്, ഇന്നത്തെ ഒരു ജെൻസി കിഡ്സ് എന്നൊക്കെ പറയണ അവരൊക്കെ അജിത് ഫാൻസ് ആയത് ഒരു പക്ഷേ മങ്കാത്ത എന്ന് പറയുന്ന സിനിമയിലൂടെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, ഇതിൻ്റെ ഈ ഒരു സിനിമയുടെ ഒരു തുടക്കവും ഈ സിനിമ സംഭവിച്ചതിനെ കുറിച്ചുള്ള കുറച്ച് കഥകളൊക്കെയാണെന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെങ്കടപ്രഭു എന്ന് പറഞ്ഞൊരു സംവിധായകൻ ശരിക്കും കുറച്ച് ചെറിയ സിനിമകളിലൂടെയാണ് വന്നത്. അതായത് നമുക്കറിയാം ചെന്നൈ 6028, അതുപോലെ തന്നെ സരോജ, ഗോവ, ഇതൊന്നും അങ്ങനെ വലിയ താരങ്ങളെ വെച്ച് ചെയ്ത സിനിമകളല്ല. അദ്ദേഹത്തിൻ്റെ തന്നെ സൗഹൃദ സർക്കിളിലും അദ്ദേഹത്തിൻ്റെ അനിയനായ പ്രേംജിയൊക്കെ വെച്ചിട്ടുള്ള ചെയ്ത സിനിമകളാണ്. പക്ഷെ എല്ലാം അന്ന് ഹിറ്റായിരുന്നു. വെങ്കടപ്രഭുവിന് അന്ന് ഒരു എന്താ പറയുക മുൻനിര സംവിധായകരിൽ ഒരു സ്ഥാനം കിട്ടിയ സിനിമയായിരുന്നു. പ്രത്യേകിച്ച് ചെന്നൈ 6028 എന്ന് പറഞ്ഞ സിനിമയൊക്കെ ഒരുപാട് പേരെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള, പിന്നീട് വന്ന പല ഫിലിം മേക്കേഴ്സിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. വിനീത് ശ്രീനിവാസ് വരെ മലവാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ചെന്നൈ 6028 ഒക്കെ കണ്ട ശേഷമാണ് അതുപോലെ ഒരു എന്താ പറയുക ഒരു സുഹൃത്തുക്കളുടെ ഒരു കഥ പറയുക. അങ്ങനെ ഭയങ്കര വലിയ കഥയൊന്നുമല്ല, പക്ഷേ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള രസകരമായിട്ടുള്ളൊരു സിനിമ ചെയ്യണം എന്നൊക്കെ തോന്നി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വെങ്കടപ്രഭു ഈ സിനിമകളൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ആ സമയത്ത് അപ്പുറത്ത് Cloud9 എന്ന് പറയുന്ന പ്രൊഡക്ഷൻ കമ്പനി അവർ അജിത്തിനെ വെച്ചിട്ടുള്ള ഒരു സിനിമ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. ഗൗതം മേനോനാണ് ആ ഒരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് അന്ന് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ ഗൗതം മേനോൻ കുറച്ച് സിനിമകളുടെ തിരക്കും അജിത്തിൻ്റെ ഡേറ്റിൻ്റെ ഇഷ്യൂസും എന്തൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ട് ആ പ്രൊജക്റ്റ് അവിടെ നടന്നില്ല. അപ്പോൾ പകരം ഇമ്മീഡിയറ്റ്ലി ആ പ്രൊഡ്യൂസർക്ക് ഒരു സിനിമ ചെയ്യണം, അജിത്തിനെ വെച്ച് ചെയ്യണം, അജിത്തിൻ്റെ ഡേറ്റ് ഇല്ലെങ്കിൽ പോവും, ആകെ ക്ലാഷ് ആയി പോവും. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് വെങ്കടപ്രഭു ഈ ഒരു മങ്കാതയുടെ കഥയായിട്ട് വരുന്നത്. അപ്പോൾ അന്ന് ഇതേപോലെ തന്നെ ഇവരുടെ ഒരു മീറ്റിങ്ങിൽ അജിത്തും വെങ്കടപ്രഭുവായിട്ടുള്ള ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് അജിത്തിൻ്റെ മനസ്സിൽ ഒരു ആൻറ്റി ഹീറോ അല്ലെങ്കിൽ കുറച്ചൊരു നെഗറ്റീവ് ടച്ചുള്ള ഒരു റോള് ചെയ്യണം എന്നൊക്കെ അജിത്തിന് ആഗ്രഹമുണ്ട്. കാരണം അതിന് തൊട്ട് മുമ്പ് ശരിക്കും അജിത്തിന് വില്ല എന്ന് പറഞ്ഞാൽ 2007 വില്ല അജിത്തിന് വലിയൊരു ഹിറ്റായിരുന്നു. അതുവരെ അജിത്തിന് കുറച്ച് നാളുകൾ സിനിമകൾ പരാജയവും ചെറിയ ചെറിയ വിജയങ്ങളൊക്കെ നിൽക്കുന്ന സമയത്താണ് ബില്ല സംഭവിക്കുന്നത്. ബില്ല കഴിഞ്ഞ് വീണ്ടും അജിത്തിന് ഏകൻ, അതുപോലെ തന്നെ അസൽ എന്ന് പറയുന്ന ആ ഒരു 2 സിനിമകളും ശരിക്കും തിയേറ്ററിൽ ഭയങ്കര പരാജയമായിരുന്നു. അത്യാവശ്യം അതിന് ഒരു ക്രിട്ടിക്കലി പേരൊന്നും കിട്ടിയില്ല. അപ്പോൾ 2 സിനിമ വന്നാൽ അങ്ങനെ ഏക്കാൻ നിൽക്കുന്നു. അന്ന് സൂര്യ അപ്പുറത്ത് ഭയങ്കര ഹിറ്റുകൾ, വാരണമായിരവും ആയാനൊക്കെ പോലത്തെ സിനിമകളൊക്കെ ഹിറ്റായി നിൽക്കുന്ന സമയമാണ്. വിജയ്ക്കും അന്ന് കുറച്ച് മോശം സമയമാണ്. പക്ഷേ അജിത്തിന് ഈ പറഞ്ഞ പോലെ രണ്ടും പരാജയപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് അജിത്തിന് ഇനി ഒരു കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സിനിമ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് വെങ്കടപ്രഭു ഇങ്ങനെ മങ്കാതയുടെ ഒരു സബ്ജക്റ്റായിട്ട് വരുന്നത്. അപ്പോൾ അതിന് മുമ്പേ വെങ്കടപ്രഭു മങ്കാതയുടെ ഒരു സബ്ജക്റ്റ് മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അത് ഒരു സ്റ്റാറിനെ വെച്ച് ചെയ്യണം എന്നല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അദ്ദേഹത്തിൻ്റെ തന്നെ ഈ സൗഹൃദ സർക്കിളിലുള്ള ഈ പറഞ്ഞ ജയ്യും, പ്രേംജി, അമരൻ, അരവിന്ദ് ആകാശ്, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു ഗ്യാങ്. അപ്പോൾ ഇവരെ വെച്ച് ചെയ്താൽ മതി എന്നുള്ള ഒരു രീതിയിലായിരുന്നു അന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ അജിത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി അദ്ദേഹം ഒരു സ്ക്രിപ്റ്റ് റീവർക്ക് ചെയ്ത് അജിത്തിൻ്റെ ഫാൻസിനെയും കൂടി തൃപ്തിപ്പെടുന്ന രീതിയിൽ ആ ഒരു ക്യാരക്ടറിനെ മാറ്റിയെടുത്തു. പിന്നെ അപ്പുറത്തെ ഒരു CBI ഒരു പോലീസ് ഓഫീസറൊക്കെ നമുക്കറിയാം. അത് അന്ന് ശരിക്കും ഈ സുഹൃത്തുക്കളെ വെച്ച് ചെയ്യായിരുന്നെങ്കിൽ അത് ചെയ്യാനായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷെ പിന്നീട് അത് അതേപോലെ അജിത്തിൻ്റെ പോലെ തന്നെ ഒരു സ്റ്റാർ വേണമെന്ന് പറഞ്ഞിട്ടാണ് നാഗാർജുനയായിരുന്നു അന്ന് ആലോചിച്ചിരുന്നത്. അപ്പോൾ നാഗാർജുനയ്ക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ചെയ്യാനായിട്ട്. അതുമാത്രമല്ല നാഗാർജുനയ്ക്ക് തമിഴിൽ ഈ പറയുന്ന ആ ഒരു റോള് ചെയ്യുന്നു. ഇതിൻ്റെ റീമേക്ക് തെലുങ്കിൽ ചെയ്യുമ്പോൾ അതിൽ അജിത്ത് ചെയ്ത ആ ഒരു ഹീറോ വേഷം അവിടെ ചെയ്യുക. അപ്പോൾ നാഗാർജുനയ്ക്ക് 2 റോളും ചെയ്യണം. ഇപ്പുറത്തെ ആ ഒരു ഈ ക്യാരക്ടറും അപ്പുറത്തെ മെയിൻ ക്യാരക്ടർ, അങ്ങനെ 2ഉം ചെയ്യണം എന്നായിരുന്നു നാഗാർജുനയുടെ ആഗ്രഹം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഡേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ കുറേ ക്ലാഷും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നാഗാർജുന മാറേണ്ടി വന്നു. അങ്ങനെയാണ് അർജുൻ വരുന്നത്. പിന്നെ അർജുൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അതിനൊരു വേറൊരു തരത്തിലായി ആ ഒരു ക്യാരക്ടറൊക്കെ. പിന്നെ നമുക്കറിയാം ആ ഒരു സിനിമ അതുവരെ കണ്ട ടൈപ്പ് ഓഫ് സിനിമകളല്ല, അതുവരെ കണ്ട ഒരു അജിത് സിനിമയേ അല്ല. അവിടെ നിന്ന് അങ്ങോട്ട് അതൊരു എന്താ പറയുക, ഒരു വെങ്കടപ്രഭു സിനിമ തന്നെയാണ്. ഇന്നും ഒരു വെങ്കടപ്രഭു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്നൊരു ടോപ്പ് ഇതിലുണ്ടാവുന്ന ഒരു സിനിമ തന്നെ മങ്കാത തന്നെയായിരിക്കും. കാരണം അതുവരെ ഒരു ലോ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെയ്ത സംവിധായകൻ ഒരു സ്റ്റാറിന് കിട്ടി, അത് കുളമാക്കിയില്ല എന്നുള്ളത് മാത്രമല്ല, അദ്ദേഹം അത് പറപ്പിച്ചു എന്ന് തന്നെ നമുക്ക് പറയാം ആ ഒരു സിനിമ. പിന്നെ അതിൽ കുറേ കാസ്റ്റ് ഉണ്ട്. ഇപ്പോൾ തൃഷയുണ്ട്, ലക്ഷ്മി റോയ് ഉണ്ട്, ആൻഡ്രിയ ഉണ്ട്, പിന്നെ അഞ്ജലി ഉണ്ട്, അങ്ങനെ കുറേ
താരങ്ങളും ആ ഒരു സിനിമയിലുണ്ട്. യുവൻ ശങ്കർ രാജ തന്നെയാണ് വെങ്കട് പ്രഭുവിൻ്റെ എല്ലാ സിനിമകളും ചെയ്യാറുള്ളത്. കസിനാണ്. യുവൻ ശങ്കർ രാജയുടെയും ഗംഭീരമായിട്ടുള്ള പാട്ടുകളൊക്കെയാണ്. പിന്നെ തൃഷ തന്നെയാണ് അതിൽ സ്വന്തമായിട്ട് ഡബ് ചെയ്തിരിക്കുന്നത്. എനിക്കൊണ്ട് വളരെ കുറച്ച് സിനിമകൾ മാത്രമാണ് തൃഷ സ്വന്തം ശബ്ദത്തിൽ എന്താ പറയുക സ്വന്തമായിട്ട് ശബ്ദം കൊടുക്കാറുള്ളത്. പിന്നെ ആ സിനിമ 2011 ഇറങ്ങി. അത് ഭയങ്കര ഹിറ്റായി. അജിത്തിന് അതൊരു വീണ്ടും ഒരു എന്താ പറയുക ഒരു പുനർജന്മം നൽകി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നീട് അതിന് ശേഷം അജിത്തിൻ്റെ പിന്നെ നമുക്കറിയാം ശിവ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ കുറേ ഹിറ്റുകളൊക്കെ കിട്ടി. പക്ഷേ മങ്കാദയിൽ നിന്ന് കിട്ടിയ ഒരു ബൂസ്റ്റ് ഉണ്ട്. അത് അജിത് ഫാൻസിനും ഒരു വലിയൊരു എനർജിയാണ് കൊടുത്തത്. പിന്നെ ഇതിന് മറ്റൊരു പ്രത്യേകത, ആ സിനിമ കണ്ടിട്ട് നമ്മുടെ ദളപതി വിജയ് വെങ്കട് പ്രഭുവിനെ വിളിച്ചു, വീട്ടിൽ കൊണ്ടുവന്ന് ഡിന്നറൊക്കെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ആ ഒരു സിനിമേൻ്റെ ഒരുപാട് മെറിറ്റുകൾ പറഞ്ഞു. ആ സിനിമേൻ്റെ വിജയ് എൻജോയ് ചെയ്ത പല പോർഷൻസിനെ കുറിച്ച് സംസാരിച്ചു. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് അന്ന് അവിടെ ഇവർ കൈ കൊടുത്തിരുന്നു. പിന്നെ ഞാൻ വേറെ എവിടെയും വായിച്ചിട്ടുണ്ട്, എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. അന്ന് വിജയ് പറഞ്ഞു ഇത് അജിത്തിൻ്റെ 50ാമത്തെ സിനിമയാണ് മങ്കാദ. അപ്പോൾ അന്ന് വിജയ് പറഞ്ഞിരുന്നു അതിൽ എന്നെ വിളിക്കായിരുന്നില്ല, അതിൽ ആ അർജുൻ ചെയ്ത റോൾ വേണമെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നല്ലോ എന്ന് വരെ വിജയ് അന്ന് പറഞ്ഞു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അജിത്തിൻ്റെ 50ാമത്തെ സിനിമയിൽ എന്താ പറയുക ഞാനും കൂടി അഭിനയിച്ചാൽ അതിനതൊരു നല്ലൊരു വിരുന്ന് ആവുമായിരുന്നു ഞങ്ങളുടെ 2 കൂട്ടുകാരുടെയും ഫാൻസിൽ നിന്നൊക്കെ അന്ന് വിജയൊക്കെ പറഞ്ഞിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും അവിടെ ഇവരൊരു കൈ കൊടുത്തു. അതാണ് പിന്നീട് ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയിലേക്ക് എത്തിയത്. അത് കുറേ വർഷങ്ങളെടുത്തു. പക്ഷേ അന്ന് ഇവർ തമ്മിലുണ്ടായിരുന്ന ഒരു ബന്ധമുണ്ട്, വിജയും വെങ്കട് പ്രഭുവും തമ്മിൽ. അപ്പോൾ അത് തന്നെയാണ് ഗോട്ട് എന്ന് പറഞ്ഞ സിനിമ സംഭവിച്ചത്. ഗോട്ടും ഭയങ്കര ഹിറ്റായി. ഇനിയിപ്പോൾ വെങ്കട് പ്രഭു അടുത്തത് എനിക്കൊന്ന് ശിവകാർത്തിനെ വെച്ചിട്ടൊക്കെ സിനിമ ചെയ്യുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. ഇനി വീണ്ടും അജിത്തിനെ വെച്ചിട്ടൊരു സിനിമ സംഭവിക്കണം. അത് ഇപ്പോഴത്തെ രീതിയിൽ അജിത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു ലുക്ക് എനിക്കൊണ്ട് ഈ മങ്കാദയിലാണ് അജിത്ത് ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കൊക്കെ വരുന്നത്. എനിക്കൊണ്ട് അന്ന് ആദ്യമായിട്ട് ആ ഒരു സ്റ്റൈല് തമിഴ് സിനിമയിൽ കൊണ്ടുവന്നതും അജിത്താണ്. എന്തായാലും ഇപ്പോൾ വീണ്ടും റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ജനനായകനപ്പുറത്തുണ്ട്, പരാശക്തിയുണ്ട്. അതിൻ്റെ കൂടെ വീണ്ടും അജിത്തിൻ്റെ ഇപ്പോൾ എന്തായാലും സിനിമയൊന്നുമില്ല, ഗുഡ് ബാഡ് അഗ്ലിക്ക് ശേഷം വേറെ റിലീസൊന്നുമില്ല. അപ്പോൾ വീണ്ടും ഈ ഒരു പൊങ്കൽ സീസൺ എന്ന് പറഞ്ഞാൽ അത് 2 ആഴ്ച 3 ആഴ്ച ഒക്കെ നീണ്ടു നിൽക്കുന്ന ഒരു സീസണാണ്. അപ്പോൾ അജിത് ഫാൻസിന് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയാണ് മങ്കാത്ത. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ അവർ ആഘോഷിക്കട്ടെ. നമുക്കും ഇവിടെ കേരളത്തിൽ റിലീസ് ഉണ്ടാവുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് വീണ്ടും മങ്കാത ഫാൻസ്, അജിത് ഫാൻസ് സിനിമ കാണുക. നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് എന്താ പറയുക അജിത്തിൻ്റെ മറ്റ് സിനിമകളെ കുറിച്ചും നമുക്ക് സംസാരിക്കാം.